ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് രാവിലെ തന്നെ ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ വേണ്ടി ഇറങ്ങിയതട്ടോ. അതായത് ഞായറാഴ്ച രാവിലെ ഞങ്ങളുടെ കൂടെ വേറെ 2-3 ഫ്രണ്ട്സും അവരുടെ ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് 2 വണ്ടിയിലായിട്ട് ഇടുക്കിയിലേക്കാണ് കേട്ടോ ഞങ്ങൾ യാത്ര പോണത്. 5 മണിക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു. ഇപ്പോൾ സമയം നീങ്ങി 6:30 ആയിക്കണം കേട്ടോ. അങ്ങനെ യാത്ര തുടങ്ങി ഒരു 8 മണിയായപ്പോത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ ഇറങ്ങി. എല്ലാവരും നെയ് റോസ്റ്റ് ആട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. രാവിലെ ഞാൻ കഴിക്കുന്ന സമയമാവാത്തതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റില്ല. പിന്നെ പോണ വഴിയിലൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്തിട്ടാ വീണ്ടും യാത്ര തുടർന്നിരുന്നത്. കുറച്ചധികം സമയം യാത്ര ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ യാത്രയിൽ ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. നമ്മൾ ഇവിടെ ഇടുക്കിയിലൊരു റിസോർട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 കോട്ടേജായിട്ട് അങ്ങനെ 4 റൂം വരുന്നത് നല്ല ഭംഗിയുള്ള റിസോർട്ടാണ് കേട്ടോ. ഞാൻ ചെന്ന പാടന്നെ വീഡിയോസൊക്കെ എടുത്ത് ബെഡ്ഷീറ്റും ഇതൊക്കെ ഒന്ന് കൊള്ളാവണതിൻ്റെ മുമ്പ് തന്നെ റൂംസിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ റൂമിലും ബാൽക്കണി വരുന്നുണ്ട്, പൂളുണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റും ഈ ഏലത്തിൻ്റെ കൃഷിയാണ് തോന്നുന്നത്. ഇവർ ഈ റിസോർട്ട് അന്വേഷിക്കുമ്പോൾ, അതായത് ഞങ്ങൾ ഹസ്ബൻഡുമാർ റിസോർട്ടൊക്കെ നോക്കുമ്പോൾ മെയിനായിട്ട് കിച്ചൺ കൂടി ഇൻക്ലൂഡ് ആവണമെന്ന് പറഞ്ഞിരുന്നത്. അവർ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്, വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിരുന്നത് അവർ ഭക്ഷണം അവിടെ വെച്ചിട്ടുണ്ടാക്കും, ഞങ്ങൾ കഴിക്കും, ഒരു വെറൈറ്റി എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവസ്ഥ ഒക്കെ മാറി, ഞങ്ങൾ തന്നെ കുക്ക് ചെയ്യേണ്ടി വന്ന്. അതിൻ്റെ ഒരു പ്രതിഷേധം കുറച്ച് സമയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് ഇതൊക്കെ മടുത്ത് കഴിഞ്ഞൊന്ന് എൻജോയ് ചെയ്യാൻ വന്നതല്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും ഈ ഒരു കുക്കിംഗ് ആയപ്പോഴും മടുപ്പ്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ അവിടെ തൊട്ടടുത്ത് തന്നെ കാറ്റാടിപ്പാടം കാണാൻ പോയി. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല കാറ്റും ചെറിയ മഴ, മഞ്ഞ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കാട്ടുള്ള ഒരു കാലാവസ്ഥ. അത് കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനിട്ടാ. അവിടുന്ന് കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ മഞ്ഞൊക്കെ മാറി, വെയിൽ വന്നിട്ട്. അപ്പോൾ ആ സമയത്ത് അരയണ്ണോ ഗിനിക്കോയി അങ്ങനെ കുറച്ച് കൂട്ടം അവിടെ കണ്ട്. വളർത്തുന്നതാണോ എന്താണെന്നറിയില്ല. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ തൊട്ടടുത്തിനുള്ള അമ്മാസ് ഹോട്ടലിലാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയത്. നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു, നാടൻ ഫുഡായിരുന്നു. പിന്നെ റിസോർട്ടിലെത്തി അവിടെ തന്നെ ഉള്ള മാങ്ങൊക്കെ പൊട്ടിച്ച് ഉപ്പുമുളകൊക്കെ തേച്ച് കഴിച്ച് ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഓഫ് റോഡ് പോയിട്ടാ. അവിടെ ഈ ഇടുക്കിയിലൊരു മെയിൻ സംഭവം എന്നാണ് കാറ്റ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിട്ടാ. നമ്മൾ ഫോണിൽ കാണുന്നേക്കാളും ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. ഈ സ്ഥലത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. ഞങ്ങളുടെ കൂടെ ജീപ്പിൽ ഓഫ് റോഡ് വന്ന ഡ്രൈവർ ഞങ്ങൾക്കൊക്കെ വിശദീകരിച്ച് പറഞ്ഞു തരാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് തിരിച്ചു പോന്ന്. പിന്നെ പോയത് കുറവനും കുറത്തി സ്റ്റാറ്റ്യൂ ഉള്ള സ്ഥലത്താണ്. അവിടെ ഒന്നും ഏറ്റവും കൂടുതൽ കാറ്റ്, ഭയങ്കര കാറ്റായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അവിടെ നിന്ന് പിന്നെ തിരിച്ച് നേരെ റിസോർട്ടിൽ വന്നു. ഉച്ചയ്ക്ക് ഇവിടുന്ന് പോണതിന് മുമ്പ് രാത്രിയിലുള്ള ചിക്കൻ ചുടാനുള്ള മസാലയൊക്കെ പുറത്ത് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ചുട്ട് പിറ്റേന്ന് വാഗമണ്ണിൽ പോകാൻ തീരുമാനിച്ചിട്ട്. അവിടെ നിന്ന് അധികം ദൂരമില്ലാത്ത കാരണം വാഗമണ്ണിൽ ഫസ്റ്റ് നമ്മൾ പൈൻ ഫോറസ്റ്റാണ് പോയത്. അവിടെ പിന്നെ അധികം നിന്നിട്ടില്ല, നല്ലോണം അട്ടുണ്ട്. അത് കാരണം അവിടെ നിന്ന് വേഗം ഇറങ്ങി. പിന്നെ നമ്മൾ വാഗമണ്ണിൽ ഒരു റൂം എടുത്ത് രാത്രി അവിടെ നിന്ന് ഫുഡ് കഴിച്ച് പിറ്റേന്ന് രാവിലെ നമ്മൾ വാഗമൺ മെഡോസിൽ പോയി. അവിടെ നിന്ന് പട്ടമൊക്കെ പറപ്പിച്ചിട്ട്, ഈ കാണണമെന്ന് കിളികളല്ല, പലതരത്തിലുള്ള പട്ടങ്ങളാണ്, കൂടുതൽ പക്ഷികളതാണ് തോന്നണം. ഞങ്ങളും വാങ്ങി ഒരു പരുന്തിൻ്റെത്. എല്ലാവരും കൂടെ അത് പറപ്പിക്കണ ആവേശത്തിലാണ്. ഈ സമയത്തുണ്ടായിരുന്നിട്ട് ചെറുതായിട്ടൊരു മഴയും മഞ്ഞും കാറ്റും എല്ലാം കൂടെയുള്ള നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അവിടുന്ന് പിന്നെ നേരെ പോയത് തങ്ങൾപ്പാറയിലേക്കാണ്. അവിടുത്തെ ചരിത്രമൊന്നും അറിയില്ല. ചരിത്രമൊക്കെ അവിടെ ഫ്ലെക്സിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞവർ, ആൾ ജനിച്ച വർഷം അങ്ങനെ എന്തൊക്കെ. വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് ഓരോ കുന്നിങ്ങനെ നല്ല ഹൈറ്റിൽ ഇങ്ങനെ കയറണം. ലാസ്റ്റ് ആണ് അവിടെ ആ ഒരു മക്ബറയിൽ എത്തുന്നത്. ഇത്ര ഹൈറ്റ് കയറിയിട്ട് എങ്ങനെയാണോ ഇത് ഇവിടെ ഉണ്ടായതെന്നൊന്നും അറിയില്ല. കുന്ന് കയറിയതൊക്കെ തിരിച്ചിറങ്ങി ഞങ്ങളിനി നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പോണ വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ. ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിലൂടെ നോക്കണേക്കാളും നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് കാണുമ്പോഴേ അത് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ.
അത്രയ്ക്ക് ഭംഗിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയുള്ള സ്ഥലം. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ പണ്ടൊക്കെ ചിത്രം വരയ്ക്കുമ്പോൾ ആകാശം, മേഘം, താഴെ ഒരു പച്ചപ്പ് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനേക്കാളും എത്രയോ ഭംഗിയുണ്ട് നേരിട്ട് കാണുമ്പോൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, അസ്സലാമു അലൈക്കും.